ഇസ്രായേലിന്റെ ഈഗോ മാന്തി പൊളിച്ചു കൊടുത്തു അബ്ബാസ് അറാക്ചി. പറഞ്ഞു വരുന്നത് ഇസ്രായേൽ കാറ്റ്സ്, അതായത് ഇസ്രായേലിൽ ഒരു മന്ത്രി ഈ മുസ്തഫ ഖമനയും കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ ഉള്ളതാണ്. ഇറാനികള് നല്ല കച്ചവടക്കാരാണ്, അവർക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ പറ്റുമെന്നുള്ള രീതിയിൽ ഒരു ഡയലോഗ് അടിച്ചു. ആ ഡയലോഗിന് അബ്ബാസ് അറാക്ചി കൊടുത്തിട്ടുള്ള മറുപടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അതില് പറഞ്ഞേക്കുന്ന കാര്യം എന്താ വെച്ചാൽ തെല്ലവീവിലെ അനുയായികളെ നിയന്ത്രിക്കേണ്ട ചുമതല അമേരിക്കയുടേതാണെന്നും US അത് കഴിയില്ലെങ്കിൽ ഇറാൻ നേരിട്ട് പഠിപ്പിക്കുമെന്നും ഇതാണ് അബ്ബാസ് അറാക്ചി പറഞ്ഞത്. അതായത് എന്താണ്, തെല്ലവീവിലെ അനുയായികളെ അന്വയിപ്പിക്കേണ്ടത് അമേരിക്കയുടെ ബാധ്യസ്ഥതയാണ്, അതിന് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അത് പഠിപ്പിക്കുന്നുള്ളതാണ്. ഇതിലെ ഇസ്രായേലിന്റെ ഈഗോ മാന്തി പൊളിക്കുന്ന ഡയലോഗ് ഏതെന്നറിയോ? യജമാനന്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവരെ എങ്ങനെ മെരുക്കണമെന്ന് ഇറാൻ പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് ഇസ്രായേലിന്റെ ഈഗോ മാന്തി പൊളിച്ച ഡയലോഗ്. അതായത് യജമാനന്റെ വാക്ക്, യജമാനൻ എന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പൊ അമേരിക്ക എന്ന് പറയുന്ന യജമാനന്റെ വാക്ക് ഇസ്രായേല് കേട്ടില്ല എങ്കിൽ അവരെ എങ്ങനെ മെരുക്കണമെന്ന് ഇറാൻ അറിയാമെന്നാ പറഞ്ഞത്. അപ്പൊ യജമാനൻ എന്ന് പറയുമ്പോ അപ്പൊ ഇസ്രായേലികൾ ആരാണ്? വേറെന്തോ ആയി മാറിയില്ലേ? അതായത് ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള ജനങ്ങൾ, ദൈവം നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗം, ഞങ്ങളെക്കാൾ ഉയർന്നവരായിട്ട് വേറൊരാൾക്കാരുമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഇസ്രായേലിന്റെ ആ ഈഗോ ഉണ്ടല്ലോ, ആ ഈഗോനെയാണ് യഥാർത്ഥത്തിൽ അബ്ബാസ് അറാക്ചി മാന്തി പൊളിച്ച് വിട്ടുകൊടുത്തത് എന്നുള്ളതാണ്. അതായത് അത്രയും അവരുടെ ബ്ലഡ് ലൈൻ, അവരുടെ ബ്ലഡ് പ്യൂരിറ്റി, ഈ കാര്യങ്ങളിൽ അത്രയും ശ്രദ്ധ പുലർത്തുന്ന അത്രക്ക് കണിശമായിട്ടുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലികള്. അവരുടെ ഈഗോ ആണ് മാന്തിപ്പൊളിച്ചത്. ഉത്കൃഷ്ടരാണെന്ന് അവര് വിചാരിക്കുന്ന അവരെ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ യജമാനന്റെ വളർത്തു മൃഗങ്ങളാണ്, നിങ്ങൾ യജമാനൻ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരാണെന്ന് അബ്ബാസ് അറാക്ചി പറഞ്ഞത്. ഇനി ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് നോക്കാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നടത്തിയ വിവാദ പരാമർശങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി. തെല്ലവീവിലെ അനുയായികളെ നിയന്ത്രിക്കേണ്ട ചുമതല അമേരിക്കയുടേതാണെന്നും US അത് കഴിയില്ലെങ്കിൽ ഇറാൻ നേരിട്ട് പഠിപ്പിക്കുമെന്നും അബ്ബാസ് അറാക്ചി വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനയി വധിക്കപ്പെടേണ്ടവരുടെ പട്ടികയിലുണ്ടെന്ന കാറ്റ്സിന്റെ പ്രസ്താവനയാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. യഥാർത്ഥത്തില് മുസ്തഫ ഖമനയിനെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിനോട് ഈ പ്രതികരിച്ചേക്കുന്നത് പിന്നെ എങ്ങനെയാണ്? ഇസ്ലാമാബാദ് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് MOUന്റെ കാര്യം പറയുന്നേ, ആ MOUയിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പരസ്യമായിട്ട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാവർക്കും അത് മനസ്സിലായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇനി തെല്ലവീവിലെ തങ്ങളുടെ വളർത്തു മൃഗങ്ങളെ കെട്ടിയിട്ട് കൊള്ളാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇതാണ് രസകരമായിട്ടുള്ള പ്രസ്താവന. അമേരിക്കയുടെ വളർത്തു മൃഗങ്ങളാണ് തെല്ലവീവിലുള്ള ആൾക്കാർ, അതായത് ഇസ്രായേലിനാണ് ഉദ്ദേശിച്ചത്. ഇനി തെല്ലവീവിലെ തങ്ങളുടെ വളർത്തു മൃഗങ്ങളെ കെട്ടിയിട്ട് കൊള്ളാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അവർ യജമാനന്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവരെ എങ്ങനെ മെരുക്കണമെന്ന് ഇറാൻ പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് ഈ ഒരു പ്രസ്താവനയാണ് യഥാർത്ഥത്തില് ഇസ്രായേൽ എന്ന് പറയുന്ന ഉത്കൃഷ്ടരായിട്ടുള്ള ജനവിഭാഗം, അതായത് അവർക്കാണ് അവർ ഉത്കൃഷ്ടര്, ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഗസയിലെ ലെബനോനിലേക്ക് ആൾക്കാരെ കൊന്നു തിന്നുന്ന മനുഷ്യരെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ രീതിയിലാണ് അവരുടെ പെരുമാറ്റം. ഗസയിൽ എങ്ങനെ ചെയ്തുവോ അതുപോലെ തന്നെ ഞങ്ങൾ ലെബനോനിൽ ചെയ്യും എന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ നെതന്യാഹു അണ്ണൻ പറഞ്ഞത് എന്നുള്ളതാണ്. അത് മനസ്സിലിരിക്കത്തെ ഉണ്ടാവുള്ളൂ മിക്കവാറും, കാരണം ഇറാൻ അവിടെ ഇറങ്ങി കളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ലെബനോന്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. ഓക്കെ, ഇനി തങ്ങളുടെ ജനങ്ങൾക്കും നേതൃത്വത്തിനുമെതിരെ ഉണ്ടാകുന്ന ഏത് ഭീഷണിക്കും ശക്തവും പെട്ടെന്നുള്ളതുമായ മറുപടി നൽകുമെന്നും അറാക്ചി മുന്നറിയിപ്പ് നൽകി. ഇത് സത്യത്തിൽ ഇസ്രായേൽ പേടിക്കേണ്ട ഒരു പ്രസ്താവനയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഈ MOU നിലവിൽ വരുന്നതിന് മുന്നേ ഇറാൻ ഇസ്രായേലിനെതിരെ മറ്റൊരു അറ്റാക്ക്, ഏകപക്ഷീയമായിട്ടുള്ളൊരു അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിരുന്നു.
കാരണം മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് എല്ലാ സിറ്റിയിലും നടത്തിയിട്ട് ഇസ്രായേലിനെ തകർത്ത് കളയാന്നുള്ളൊരു പ്ലാൻ യഥാർത്ഥത്തിൽ ഇറാൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഇപ്പോ MOU നിലവിൽ വന്നത് എന്നുള്ളതാണ്. ഇനി ചർച്ചകൾ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന നല്ല കച്ചവടക്കാരാണ് ഇറാനികൾ എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പരിഹസിച്ചിരുന്നു. അതായത് ആഹ് അതായത് ഇറാനികൾ നല്ല കച്ചവടക്കാരാണ്. അതായത് നെഗോഷിയേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും എന്നാ പറയുന്നത്. നെഗോഷിയേറ്റ് ചെയ്ത് തങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇറാനികളെ കൊണ്ട് പറ്റും. അങ്ങനെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുത്തത്. അമേരിക്ക തോറ്റുപോയി എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് വധിക്കപ്പെടേണ്ടവനാണെന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കാരണവശാലും ഇറാനെ അണുവായുധം നിർമ്മിക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിന്റെ മാധ്യമങ്ങളാണ് അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവന പുറത്തുവിട്ടത്. അങ്ങനെ അത് ഇറാൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ ഈ പറയുന്ന അണുവായുധം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബറാക് ഒബാമയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പുള്ളി ഈ പറയുന്ന ഇപ്പത്തെ അഡ്മിനിസ്ട്രേഷനെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഇനി അതേസമയം പശ്ചിമേഷ്യയിൽ വീണ്ടും പിന്നെ ബാക്കി അതിന്റെ ന്യൂസ് ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, അബ്ബാസ് അറാക്ചിക്ക് കറക്റ്റ് അറിയാം എന്ത് വേർഡ്സ് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഈഗോനെ തകർക്കാം, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒന്ന് കൊള്ളണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ പറയണം എന്നുള്ളതാണ്. അപ്പോ ഈ തെല്ലവീവിലെ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ നിയന്ത്രിക്കാൻ അമേരിക്കക്ക് ആവില്ലെങ്കിൽ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ വളർത്തുമൃഗങ്ങളാണ് നിങ്ങൾ അത്ര ഉത്കൃഷ്ടരായിട്ടുള്ള ആൾക്കാരും തേങ്ങ മാങ്ങിയൊന്നും അല്ല എന്നുള്ളതാണ് അബ്ബാസ് അറാക്ചി യഥാർത്ഥത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പരിപാടിയും ഏകദേശം അതുപോലെ തന്നെയാണ്. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ ഭൂമിയാണത്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും. അതായത് ഇവരുടെ പഴയ നിയമത്തിൽ തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ളത് പോലെ മറ്റേ ഈ കുട്ടികളെയും അതേപോലെ തന്നെ മൃഗങ്ങളെയും അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരൊക്കെ നിങ്ങൾ കൊന്നൊടുക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം യഥാർത്ഥത്തിൽ എക്സാക്ട്ലി ഇവർ ഫോളോ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സ്ക്രിപ്ചറിന്റെ പ്രശ്നം എന്നുള്ളതല്ല പറയുന്നത്, അവരുടെ ഇന്റർപ്രിട്ടേഷന്റെ പ്രശ്നമായിരിക്കും, മേ ബി, ഐ ഡോണ്ട് നോ. പക്ഷെ എന്നിരുന്നാൽ കൂടെ ആ ഉത്കൃഷ്ടരായിട്ടുള്ള ജനങ്ങള് അവരുടെ ടെറിട്ടറി എക്സ്പാൻഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ പണ്ട് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്ന് അവർ വിശ്വസിക്കുന്ന അതിനുണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് പശ്ചിമേഷ്യയിൽ എന്നും ഈ അശാന്തി നിലനിർത്തണം എന്നുള്ള അവരുടെ ആഗ്രഹങ്ങൾ, ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് നിങ്ങൾ അത്ര വലിയ തേങ്ങ മാങ്ങയോ ചക്കയോ ഒന്നും അല്ല, നിങ്ങൾ വെറും അടിമകളാണ് എന്നുള്ള ലെവലില് അബ്ബാസ് അറാക്ചി പറഞ്ഞു വെക്കുന്ന ആ ഈഗോ അങ്ങ് മാന്തി പൊളിച്ച് കൈ കൊടുക്കുന്നത് എന്നുള്ളതാണ്.